ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അതായത് ഞങ്ങൾ എങ്ങനെയാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് എന്നാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലയിൽ നമ്മൾ വേറെ ചേർത്ത് കൊടുക്കും കേട്ടോ. അതുകൊണ്ട് ഇതിൽ കുറച്ച് മാത്രം ഉള്ളൂ ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കനിലേക്ക് ആവശ്യമായ ഉപ്പും കുറച്ച് സുർക്കയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ബിരിയാണിയിലേക്കുള്ള മസാല റെഡിയാക്കാനുള്ള പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ എണ്ണയിലേക്ക് കുറച്ച് വലിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതാ ഉള്ളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി റെഡിയായ ഉള്ളി നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇട്ട പാത്രമല്ലേ അതിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം. ഇനി ചിക്കനിലേക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആ എണ്ണയിലേക്ക് കുറച്ച് വലിയ ഉള്ളി ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇനി മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളി നന്നായി വഴന്നു വന്നതിന് ശേഷമാണ് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. ഇനി തക്കാളിയും കൂടെ നന്നായിട്ട് വഴന്നു വരട്ടെ. ഇനി ചിക്കനിൽ ചേർത്ത് കൊടുത്ത അതേ മസാലകൾ നമുക്ക് ഉള്ളിയിലും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൽ കുറച്ച് മാത്രമാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്, ബാക്കി ഇതിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ ചിക്കൻ മസാല ഇത്രയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മസാലകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ചിക്കനൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചോറ്റുമരുന്നും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇറക്കി വെക്കാം. അപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ചോറ് വേവിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെള്ളത്തിലേക്ക് ഗ്രാമ്പു, പട്ട, ഏലക്ക അങ്ങനെയുള്ള ചോറ്റുമരുന്നുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി വെള്ളം നന്നായി തിളച്ചു വരട്ടെ. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിലേക്ക് മല്ലിച്ചപ്പും പുതിനയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാരറ്റും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തിളച്ച വെള്ളത്തിലേക്ക് നന്നായി കഴുകിയ അരി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചോറ് നമ്മൾ വറ്റിച്ചെടുക്കുകയല്ല കേട്ടോ ചെയ്യുന്നത്, ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇടയ്ക്കൊക്കെ ചോറൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോറൊക്കെ ഇതാ പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോറൊന്ന് ഊറ്റിയെടുക്കാം. ചോറ് ഊറ്റിയിട്ട് വെള്ളം തോരാൻ വേണ്ടിയിട്ട് ഇതാ ഈ പുട്ടും പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഊറ്റി വെച്ച ചോറ് നമ്മളിതാ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നെയ്യ് അധികം യൂസ് ചെയ്യാറില്ല. സൺഫ്ലവർ ഓയിലാണ് ബിരിയാണി ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോറ്റുമരുന്ന് ഇട്ട് കൊടുക്കാം. ഇനി വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ മല്ലിച്ചപ്പ്, പുതിന ഇവയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ലാസ്റ്റ് ലെയറും കൂടെ ചോറ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കും ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ RKGയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചോറ്റുമരുന്നും വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ മല്ലിച്ചപ്പ്, പുതിന ഇവയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കുറച്ച് നേരം നമുക്ക് ദമ്മിലൊന്ന് വെക്കാം.
അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്.